ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പ്രശ്ന. എല്ലാവർക്കും മിനീസ് കോർമയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക കൊണ്ടുള്ള ഒരു നാടൻ വിഭവമാണ്, ചക്ക വേവിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ചക്ക മുറിക്കുന്നതും അരിയുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഫുൾ ചക്ക അടത്തിക്കൊണ്ട് വന്നതാണ്. ഇതിനെ ആദ്യം നമ്മൾ രണ്ടായിട്ട് മുറിക്കും, പിന്നെ അതിനെ ഓരോ പീസിനെയും വീണ്ടും രണ്ടാക്കും. അങ്ങനെ ഈ ചക്കയെ മൊത്തം 4 പീസാക്കിയിട്ട് അതിൻ്റെ ഒരു പീസാണ് ഞാനെടുത്ത്, പിന്നെ അതിനെ വീണ്ടും ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി അതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള പൂഞ്ഞെന്ന് പറയും, അത് മുറിച്ചങ്ങ് മാറ്റിയിട്ട് ഇതിനെ ഓരോ ചക്ക നമ്മളിങ്ങനെ കൈകൊണ്ട് നമുക്കിങ്ങനെ നന്നായിട്ടിങ്ങനെ ഇളക്കി ഇങ്ങനെ അങ്ങ് എടുക്കാം. ഇങ്ങനെ ചക്ക ഇളക്കി എടുത്ത ശേഷം പിന്നെ അതിനകത്തൊരു കുരുണ്ട്, ചക്കയുടെ കുരു കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ ചക്ക. അതിൻ്റെ ചവണിയും കുരുവും കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ചക്കക്കുരു അങ്ങ് മാറ്റി വയ്ക്കും. എന്നിട്ട് ഈ ചക്ക എടുത്ത് നമ്മൾ അരിഞ്ഞെടുക്കണം. ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മളിതിനെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ചക്കക്കുരു വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്താൽ നല്ലതാണ്, ഒരു 10 എണ്ണമെങ്കിലും. പക്ഷേ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു 2-3 എണ്ണം ചേർക്കും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ കുറുകെ അരിഞ്ഞെടുക്കണം ചെറുതായിട്ട്. കാരണം ചക്ക കറി വയ്ക്കുന്നതാണ്. അപ്പം ചക്ക അവിയലല്ല, ചക്ക എരിശ്ശേരിയല്ല. അപ്പോൾ ഇത് ഇങ്ങനെ കപ്പ വയ്ക്കുന്ന പോലെ ചക്ക വയ്ക്കുന്നതാണ്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കും. ഈ വെള്ള സാധനം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ അറിഞ്ഞുകൂടായിരിക്കും. മീതെ ഇരിക്കുന്ന അതിൻ്റെ ചവണി എന്ന് പറയും, ചവണിയും കളഞ്ഞ് കുരുവും മാറ്റി ചക്ക മാത്രം എടുത്താണ് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. മുഴുവനും ഇങ്ങനെ നമ്മൾ വേണമെങ്കിൽ ഒരു 5-6 എണ്ണം വീതം എടുത്ത് ചോപ്പിംഗ് ബോർഡിൽ വെച്ച് അരിയാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ച് നമുക്ക് നല്ല എളുപ്പമാണെങ്കിൽ കയ്യിൽ വെച്ച് അരിയാം. എങ്ങനെ വേണമെങ്കിലും അതിനെ അരിഞ്ഞെടുക്കാം. ഈ ചക്കക്കുരുവിൻ്റെ ഈ മുകളിലുള്ള ഈ ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ നല്ലോണം ഇളക്കി മാറ്റപ്പോൾ അത് നല്ല വെളുത്തിരിക്കും ചക്കക്കുരു. എന്നിട്ടാണ് അതിന് ചെറിയ പീസാക്കി ഇതിടുന്നത്. അതിത്തിരി കഷ്ടപ്പാടാണ് അതിനെ പൊളിച്ചെടുക്കാൻ. പ്രത്യേകിച്ചും ഫ്രഷ് ആയിട്ടുള്ള ചക്കയാണെങ്കിൽ പാട്. ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. അപ്പോൾ ഒരു 4-5 എണ്ണം ചേർത്താൽ മതി. ഞാനിതെല്ലാം കയ്യിൽ വെച്ചാണ് അരിയുന്നത്. ഇത് കണ്ട, ഇത് മുറമാണ്. ഈ മുറത്തിൽ വെച്ചായിരുന്നു എൻ്റെ അമ്മ പണ്ട് ചക്ക അരിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഞാനും മുറത്തിൽ വെച്ചരിഞ്ഞത്. നിങ്ങൾക്ക് വലിയൊരു ബേസിനെടുത്തിട്ട് അതിലരിഞ്ഞിടാം കേട്ടോ. എന്നിട്ട് അതിൽ തന്നെ വാഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് എന്താണെന്നോ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണ്. ഈ മാങ്ങ ഈ ചക്കക്കുരുവും കൂടി ഇട്ട് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് അവിയൽ വെക്കും. അതും നല്ല ടേസ്റ്റാണ്. അതും എൻ്റെ അമ്മ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ. പക്ഷേ ഇത് പറഞ്ഞതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിനെ പൊളിച്ചൊക്കെ എടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലെങ്കിൽ നല്ല ഗുണമാണ് ഇതിനെ കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ല വിസ്താരമുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിതിനെ നന്നായിട്ട് കഴുകിയെടുത്തതേ 1.5 കപ്പ് വെള്ളം, 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളം, അത്രയാണ് ഞാനിതിന് ചേർക്കുന്നത്. പക്ഷേ ചില ചക്കയാണെങ്കിൽ പെട്ടെന്ന് വേവില്ല, അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. ഇത് അത്ര സമയമെടുക്കില്ല. അപ്പോൾ 1.5 കപ്പ് വെള്ളം മതി. 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് നോക്കുകയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മതി വെള്ളം തീരുന്നുണ്ടോ ഇല്ലേ എന്ന്. പിന്നെ ചില ചക്കയാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും, ചിലപ്പോൾ കൂടുതൽ വെള്ളം വേണ്ടി വരും. അതുകൊണ്ട് എല്ലാം നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം, വെള്ളം വറ്റുന്നുണ്ടോ, ചക്ക വെന്തോ, അങ്ങനെ നോക്കണം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു അധികം കൂടിയ തീ വേണ്ട, കുറച്ച് ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ തുറന്നപ്പോൾ എൻ്റെ ചക്ക വെന്ത് നല്ലതായിട്ട് നല്ല വെന്ത് സോഫ്റ്റായി വെള്ളവും കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. 10 മിനിറ്റായപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. ഇപ്പോൾ ഒരു 16 മിനിറ്റായി. 16-17 മിനിറ്റ് കൊണ്ടാണ് ഇത് നന്നായിട്ട് വെന്ത് വന്നത്. വെള്ളവും വറ്റി ഓക്കെ ആയി, വേഗം ചെയ്തു. അപ്പോൾ ഇനി അരപ്പിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. 3/4 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. നല്ല മഞ്ഞൾപ്പൊടിയാണ്, ശുദ്ധമായ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ
ജീരകം ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ട്, വറുത്ത് പൊടിച്ച് അതങ്ങ് ചേർത്തു. പച്ച ജീരകം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പച്ച ജീരകം ചേർക്കാം, അതിൻ്റെ കൂടെ അരച്ച് ചേർത്താൽ മതി. പിന്നെ കാന്താരി മുളകാണ് ഇതിന് ചേർക്കുന്നത്. കാന്താരി മുളക് ഞാനൊരു 10 എണ്ണം ചേർത്തിട്ടുണ്ട്. നല്ല എരിവാണതിന്. വളരെ കുഞ്ഞു കുഞ്ഞു മുളകാണ്, അതുകൊണ്ടാണ് 10 എണ്ണം ചേർത്തത്. അധികം വലുതല്ല, വളരെ ചെറിയ കാന്താരി മുളക്, നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച കാന്താരി മുളക്. പിന്നെ വെളുത്തുള്ളി വളരെ അത്യാവശ്യമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ചിലർക്കെങ്കിലും ചക്ക ഗ്യാസ് ഉണ്ടാക്കും. അപ്പം ചക്കയ്ക്ക് നമ്മൾ വെളുത്തുള്ളി ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമ്മളിതിനെ ഒന്ന് ചതച്ചെടുക്കും. അരച്ചങ്ങ് പൊടിയാക്കില്ല, ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ. 8 അല്ലി ചെറിയ പീസുകളില്ലേ നമ്മൾ ഇളക്കിയെടുക്കുന്നത്, അതാണ് അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകിയെടുത്ത വെളുത്തുള്ളി. അപ്പം തേങ്ങ, മഞ്ഞൾ, ജീരകം, വെളുത്തുള്ളി, മുളക്. വേണമെങ്കിൽ ഒരു 3-4 മണി കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്കതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ചിലരൊക്കെ ചക്കയിൽ അങ്ങനെ ചേർക്കാറുണ്ട്. പിന്നെ കറിവേപ്പിലയും വേണം, കടുക് വറുത്തിടണം നമ്മൾ. ഇനി ഇപ്പം ഞാൻ അരപ്പ് ചേർത്ത് ഇനി ഇതിനെ നന്നായിട്ട് ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. ആദ്യമേ ചക്ക വയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാനിത് അരപ്പിൻ്റെ കൂടെയാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മളതിനെ ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കണം, അരപ്പും എല്ലാം കൂടെ. കടുവും കൂടെ വറുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട്, അത് കടുക് വറുക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ ഉള്ളിയിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് കറിവേപ്പില ഇട്ട് അത് ഇതിൻ്റെ കൂടെ ഇട്ടങ്ങ് ഇളക്കിയെടുത്താൽ മതി. കടുക് താളിച്ചിടുന്നത് അത് നമുക്കറിയാമല്ലോ, കടുക് ഇട്ട് പൊട്ടിച്ച് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. കറിവേപ്പില വേണമെങ്കിൽ നല്ല മണം കിട്ടും. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു നല്ല ബലമുള്ള ഒരു ഇങ്ങനെ സ്റ്റീൽ തവി കൊണ്ട് ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. ചെറിയ അരപ്പൊന്ന് ചൂടാവണം, അതുകൊണ്ടാണ് ചെറിയ തീയിലൊരു അല്പസമയം വെച്ചേക്കുന്നത്. എന്നിട്ട് അടുപ്പിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അടുപ്പിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം, അരപ്പൊന്ന് ചൂടായാൽ മതി. ഞാനിത് ചക്ക ഇളക്കിയെടുത്ത്, നിങ്ങൾക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പാടാണെങ്കിൽ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ചേട്ടനോ ഹസ്ബൻഡോ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അവരോട് ഒന്ന് മിക്സാക്കി തരാൻ പറഞ്ഞാൽ മതി. അപ്പം ഞാനിങ്ങനെ മിക്സാക്കി എടുത്തതാണ്. അപ്പം നമുക്ക് നാട്ടിലുള്ളപ്പോൾ ഈ ചക്കയും മാമ്പഴപ്പുളിശ്ശേരിയും ഇങ്ങനെയുള്ള കുറേ നാടൻ വിഭവങ്ങളുണ്ടല്ലോ, പീണ്ടിത്തോരൻ, ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല പോഷക സമൃദ്ധമാണ്. ഫിഷ് കറി കൂട്ടി ഇത് കഴിക്കാനാണെങ്കിൽ ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഓക്കെ, താങ്ക് യു, ബൈ.